തുടർച്ചയായ ഭരണം വരുമ്പോഴുണ്ടാകുന്ന ജീർണത, തുടർച്ചയായ ഭരണം വരുമ്പോഴുണ്ടാകുന്ന ഡീജനറേഷൻ, മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയാണോ ബംഗാളിൽ തകർത്തത്, ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിൽ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു. ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ BJP ഓഫീസായി മാറി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ BJP വോട്ടർമാരായി മാറി. തുടർഭരണത്തിന്റെ അഹങ്കാരം ഇതുതന്നെയാണ് ബംഗാളിലും സംഭവിച്ചത്. തുടർച്ചയായി ഭരണം വരുമ്പോൾ ഉണ്ടാകുന്ന ജീർണത മാർക്സിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണ് തകർത്തത്, ആ നിലയിലേക്ക് ഇന്ന് കേരളത്തിലെ പാർട്ടി മാറിക്കഴിഞ്ഞു. ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് BJP ഓഫീസായി മാറി. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടർമാർ BJP വോട്ടർമാരായി മാറി. അതാണ് ഇന്ന് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇനി വേണ്ടതെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരൂരങ്ങാടി കുണ്ടൂരിൽ നിർമ്മിച്ച രാജ്ഭവൻ കോൺഗ്രസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് രാജ്യത്തിന്റെ ഭരണം നേടാമെന്ന വ്യാമോഹത്തിന് തിരിച്ചടിയാണ് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടെ തന്നെ നിലകൊള്ളുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഒരു മാറ്റത്തിന്റെ അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കും. നരേന്ദ്രമോദി പറഞ്ഞത് അബ്കി ബാർ 400 പാർ, ഇത്തവണ 400 സീറ്റിലധികം ഞങ്ങൾ നേടും എന്ന് പറഞ്ഞായിരുന്നു BJPയുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചത്. പാർലമെന്റിൽ അവർ പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ 400 സീറ്റ് നേടാൻ പോവുകയാണ്. എന്തിനാണ് 400 സീറ്റ്? ആ 400 സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റാം, സംവരണം എടുത്തു കളയാം, നമ്മുടെ ഭരണഘടനയുടെ അലകും പിടിയും മാറ്റാം. മാത്രമല്ല, ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള സങ്കീർണങ്ങളായിട്ടുള്ള പല നിയമനിർമ്മാണങ്ങളും പാർലമെന്റിൽ പാസാക്കാം. ഇതെല്ലാമായിരുന്നു BJPയുടെ ലക്ഷ്യം. ചടങ്ങിൽ PT അജയ് മോഹൻ അധ്യക്ഷത വഹിച്ചു. KPA മജീദ് MLA, അഡ്വക്കേറ്റ് VS ജോയ്, ആലിപ്പറ്റ ജമീല, KP അബ്ദുൾ മജീദ്, MN കുഞ്ഞി മുഹമ്മദ് ആജി, ഡോക്ടർ UK അഭിലാഷ്, ഷാജി പച്ചേരി, P ഇഫ്തിഖാറുദ്ദീൻ, EP രാജീവ്, മോഹൻ വെന്നിയൂർ, NP ഹംസക്കോയ, K കുഞ്ഞിമരക്കാർ, PKM ബാവ, KP ഹൈദ്രോസ് കോയ തങ്ങൾ, നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജി, വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി, സജിത്ത് കാച്ചേരി, പച്ചായി മുഹമ്മദ് ഹാജി, UB അബ്ദുൾ കരീം, N അനിൽകുമാർ, ഷാഫി P ലത്തീഫ് മാസ്റ്റർ കൊടിഞ്ഞി, PP മുനീർ, PP അനിത, ബാലൻ ചെറമേലകത്ത്, ധന്യദാസ്, ധന ടീച്ചർ, KM കുഞ്ഞൂട്ടി, ഹൈദർ ഹാജി പാലക്കാട്ട്, മുഖ്സീന സാക്കിർ P, ഷെഫീഖ് ചെമ്മട്ടി, തറാല ഇക്ബാൽ, ദാസൻ കൈതക്കാട്ടിൽ, തറാല ഷാഫി, PP യൂനുസ് ബാബു, മഫ്രൂഫ് തിലായിൽ, MP അബ്ദുൾ റബ്ബ്, OT ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് PP മുനീർ സ്വാഗതവും തറാല ഹമീദ് ബാബ നന്ദിയും പറഞ്ഞു. ഒരു സംശയമില്ലാതെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി BJPയെ പരാജയപ്പെടുത്തിക്കൊണ്ടവിടെ സംസ്ഥാന ഗവൺമെന്റ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.